ആണ്. നമ്മുടെ സഖാക്കള് CPM-ന്റെയും LDF-ന്റെ ഒക്കെ ഒപ്പം നിൽക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരു ബദല് BJPക്ക് എതിരായിട്ടൊരു ബദല് വേണം. കോൺഗ്രസിനെ ഒരിക്കലും നമ്പാൻ പറ്റില്ല. അത് നമ്പിയാൽ CPM തകർന്ന് തരിപ്പണാവുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസും BJPയും നല്ല ഡീല് നടത്തിയെന്നുള്ളത് ആഹാരം കഴിക്കണവനൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മുടെ തകർച്ചയ്ക്ക് നേതാക്കന്മാരല്ല കുഴപ്പക്കാർ. നമ്മളെ ചോട്ട നേതാക്കന്മാരുണ്ട്. ഏരിയ കമ്മിറ്റി, LC കമ്മിറ്റി, ബ്രാഞ്ച്, അതിലുള്ള കുറേ ചോട്ട ഈർക്കിലി സഹാക്കന്മാരുണ്ട്. അവരാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അപജയത്തിന് കാരണം. അല്ലാതെ MV ഗോവിന്ദൻ മാഷോ പിണറായി വിജയനൊന്നല്ല. MV ഗോവിന്ദൻ മാഷ ഭാര്യേനെ തെരഞ്ഞെടുപ്പിന് നിർത്തിയെന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. പാർട്ടി ജയിക്കുമ്പോൾ MV ഗോവിന്ദൻ മാഷ ഭാര്യയും ജയിച്ചിരുന്നു വെച്ചാൽ അതൊന്നും ഒരു വലിയ വിഷയമായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് ശ്രീകണ്ഠൻ്റെ ഭാര്യ ജയിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവരുടെയൊക്കെ ഏട്ടനും അനിയന്മാരും പത്മജ വേണുഗോപാലും മറ്റേ മുരളീധരനും ഒക്കെ മത്സരിച്ചപ്പോഴും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. CPM-ൻ്റെ ആളുകൾ നിൽക്കുമ്പോൾ മാത്രം കുഴപ്പമാണ്. അത് നമ്മൾ പറഞ്ഞുണ്ടാക്കണതാണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമുക്കൊരു മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ, ഇടതുപക്ഷം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ഈ CJP-യെ പോലെയുള്ള പാർട്ടിക്കാരുടെ ഒപ്പം നിന്നിട്ട് പിന്നെ BJPക്ക് ഒരു ബദൽ വേണം. ഒരു തർക്കമില്ല. അല്ലെങ്കിൽ അദാനിയും അംബാനിയെ പോലെയുള്ള ആളുകൾ, നീരവ് മോഡിയെ പോലെയുള്ള ആളുകൾ ഈ ഇന്ത്യനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും കാലാകാലം രാജഭരണത്തെക്കാട്ടിലും കഷ്ടമായിട്ട് മോഡിയെ പോലെയുള്ള ആളുകൾ, മോഡിയുടെ കാലം കഴിഞ്ഞാൽ അടുത്തൊരു മോഡി വരും, അമിത് ഷായുടെ കാലം കഴിഞ്ഞാൽ വേറൊരു ഷാ വരും. അങ്ങനെ കാലാകാലം നൂറ്റാണ്ടുകളോളം അവർ ഭരിക്കും. അവരിൽ ഫണ്ടുണ്ട്. നമ്മളടച്ച ഇലക്ട്രൽ ബോണ്ടും കുന്തവും കുടച്ചക്രമൊന്നും വാങ്ങൂല. നമ്മൾ വളരെ സത്യസന്ധരാണല്ലോ. അതുകൊണ്ട് എന്നിട്ട് സത്യസന്ധത ഇപ്പം സത്യസന്ധതയൊന്നും ആർക്കും വേണ്ടേ. അതാണ് ഇപ്പോൾ പിന്നെ ഏത് അണ്ടനും അടകോടനും സന്ദീപ് വാര്യരെ പോലെയല്ല ഒരു ക്രിമിനൽ, അതായത് മുസ്ലിങ്ങളെ ടയർ കത്തിച്ച് പാകിസ്ഥാനിലേക്ക് വിടണമെന്ന് പറഞ്ഞ ഒരുത്തനടക്കം നിയമസഭയിലേക്ക് ഭരണഘടന ഉണ്ടാക്കണതാണ് ഈ നിയമനിർമ്മാണ സഭ. അതിലേക്ക് ജയിച്ചു വന്നാൽ അതിൽ കൂടുതൽ എന്ത് ക്രിമിനലിസം പിന്നെ ആണ് ഈ നാട്ടിൽ നടപ്പിലാക്കാത്തത്? ഇപ്പം ഇന്നലെ കണ്ടില്ലേ, ദിലീപിനും മാങ്കൂട്ടത്തിനും കൊട പിടിച്ചു കൊടുക്കുകയാണ് പോലീസുകാരെ. അതിൽ കൂടുതൽ ക്രിമിനലിസം എന്താണ് ഇവിടെ ഇല്ലാത്തത്? അങ്ങനെയല്ലേ അവരെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു നടപടിയിലേക്കല്ലേ അവരാണ് പിന്നെ നേതാക്കന്മാർ. ഗോവിന്ദച്ചാമിയാണ് നേതാവ്. അവിടേക്കല്ലേ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ തകർക്കണമെങ്കിൽ, ആ ക്രിമിനൽ വൽക്കരണത്തിനെ തകർക്കണമെങ്കിൽ ബലാത്സംഗം അനുവദനീയമാണ് എന്ന് പറയണോടത്ത്, പശു അമ്മയാണ്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാം എന്നുള്ളടത്ത് അവരെ തോൽപ്പിക്കേണ്ടത് ഒരു മനസാക്ഷിയുള്ള ഒരു പൗരൻ്റെ കടമയല്ലേ. അതിൻ്റെ ഒപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇടതുപക്ഷം DMK, വിജയ്, മമത നമ്മളോട് കുറേ ക്രൂരത കാട്ടി. അതിനെക്കാട്ടിലും ക്രൂരത കാട്ടിയതാണ് ഈ കോൺഗ്രസ്. എന്നിട്ട് ആ കോൺഗ്രസിൻ്റെ ഒപ്പം നമ്മൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. അപ്പം മമതയെ പോലെയല്ല ആളുകൾ, RJD, പിന്നെ ശരത് പവാർ, അങ്ങനെയല്ല എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്തി CJPയുടെ പിന്തുണയും കൊടുത്ത് അത്തരം പാർട്ടികളൊക്കെ വരട്ടെ, യുവാക്കളെ പാർട്ടികൾ വരട്ടെ, എന്നിട്ട് അവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഈ BJPനെ താഴ്ത്തിറക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യ കുട്ടിച്ചോറാവും. ഇപ്പോൾ ഇതാ 9 സിലിണ്ടർ ഉണ്ടാകുന്നത് 4 സിലിണ്ടറാക്കി ബാക്കിയുള്ളത് ഈ ഫ്ലാറ്റ് താമസിക്കണോ എവിടുന്ന് എടുത്തിട്ട് കത്തിക്കും?
1800 ഉണ്ടായിരുന്ന പിന്നെ 19 കിലോൻ്റെ സിലിണ്ടറിന്, അതായത് കൊമേഴ്സ്യൽ സിലിണ്ടറിന് ഇപ്പോൾ 3390. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. എന്നിട്ടാണ് ഇവർ വലിയ പുട്ട് ട്രെയിലർ ലോറിയിൽ കൊണ്ടു നടക്കുക, മോഡിയുടെ പുട്ട് പറഞ്ഞിട്ട്. അവിടേക്കാണ് ഇപ്പോൾ ഈ മോഡീനെ താഴ്ത്തേക്ക് ഇറക്കിയിട്ടില്ലെങ്കിൽ, മോഡീനല്ല BJP ഗവൺമെൻറ്റിനെ താഴ്ത്ത ഇറക്കിയിട്ടില്ലെങ്കിൽ, ഇപ്പം ഞാനത് പറഞ്ഞാൽ എന്നെ രാജ്യദ്രോഹിയാക്കിട്ടോ. ഇപ്പം ഈ അടുത്ത് മോഡിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടതിന് നേവിയിലുള്ള ഒരുത്തൻ വന്നിട്ട് ഇതിട്ടുണ്ട്, നിങ്ങൾ രാജ്യദ്രോഹിയാണ്. എൻ്റെ ഫാദർ 1971 യുദ്ധത്തിൽ മരിച്ചതാണ്. അത് ആ തെണ്ടിയോട് ഞാൻ പറയുക, മനസ്സിലായോ? അപ്പം എന്നെ രാജ്യസ്നേഹം ഈ പഠിപ്പിക്കണ്ട. ഒരു സംഖ്യയും എന്നെ രാജ്യസ്നേഹം പഠിപ്പിക്കണ്ട. ഞാനൊക്കെ പണ്ട് പിന്നെ മിലിറ്ററിയിലൊക്കെ ജോലിക്ക് കയറിയെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ രക്തസാക്ഷിയാവാൻ തയ്യാറായിട്ട് നടക്കുക, അല്ലാതെ പേടിച്ചോടുന്ന സംഖ്യയല്ല, ഷൂ നക്കിയ സംഖ്യയല്ല. ആ ഷൂ നക്കേണ്ട ഒരു ഗതികേട് വന്നാൽ സ്വയം വെടികൊണ്ട് മരിക്കും. അവനാണ് കമ്മ്യൂണിസ്റ്റ്, അവനാണ് സഖാവ്. അപ്പോൾ ഈ CJPക്ക് മുഴുവൻ പിന്തുണയും സഖാക്കൾ കൊടുക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. CJPക്ക് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ സ്റ്റേറ്റിലും ഘടകം ഉണ്ടാക്കണം. അതിന് സെക്രട്ടറിയും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ വരണം. നേതൃത്വം വേണം. നേതൃത്വം ഇല്ലാതെ വെറുതെ പോസ്റ്റ് ഇട്ടുകൊണ്ടൊന്നും കാര്യമില്ല. അത് ചിന്ന ഭിന്നാക്കാൻ ഇവർക്ക് ധാരാളം കഴിയും. ഇപ്പം ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടത് എന്താ വെച്ചാൽ, മുസ്ലിം സംഘടനകൾ CJPക്ക് എതിരാണ് പറഞ്ഞിട്ട് ഒരുത്തൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ട്. അവിടേക്കാണ് ഇതിൻ്റെ തൂക്കം പോണത്. പാകിസ്ഥാനികളാക്കി പ്രഖ്യാപിക്കൽ കഴിഞ്ഞു. മറ്റേ CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ 17 വയസ്സുകാരനെ പാകിസ്ഥാനിയാക്കിയിട്ട് മുദ്രകുത്തി. ഈ CJPയുടെ പിന്നെ നേതാക്കളെ മുഴുവൻ പാകിസ്ഥാനികളാക്കിയിട്ടും ശ്രീലങ്കക്കാരാക്കി മാറ്റി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗാന്ധിജി എവിടെ നിന്നാണ് വന്നത്? ആഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് വന്നത് അല്ലേ? ആനി ബസന്റ് എവിടെ നിന്നാണ് വന്ന്? ബ്രിട്ടനിൽ നിന്നാണ് വന്നത്. അവരൊക്കെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി മുന്നിൽ നിന്നത്. സുഭാഷ് ചന്ദ്രബോസ് പുറത്തു നിന്നിട്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിൽ സമരം ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ. അപ്പോൾ അന്നൊന്നുമില്ലാത്ത രാജ്യദ്രോഹം ഇപ്പം നിങ്ങൾ ഇതുണ്ടാക്കണ്ട. പിന്നെ പാകിസ്ഥാനിലുണ്ട് 4 കോടി മുസ്ലിം ഹിന്ദുക്കൾ. അപ്പോൾ ആ ഹിന്ദുക്കളെ എങ്ങോട്ടാ പോവുക? എന്നാൽ അവരെ അങ്ങോട്ട് ഇന്ത്യയിലേക്ക് വിട്. ഞങ്ങൾക്കൊന്നേ പറയുള്ളൂ, ഞങ്ങൾക്ക് മോഡി സർക്കാരിനോട് ഒറ്റ ആവശ്യമുള്ളൂ. എന്നെപ്പോലെയല്ലോ ആളുകൾക്ക് പറയാനുള്ളത്, മോഡി ദയവ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ മതമില്ലാത്ത ആളുകൾക്ക് നിൽക്കാനൊരു സ്ഥലങ്ങൾ കണ്ടെത്തി തരും. ഇപ്പം കേരളത്തിലാണെന്ന് വെച്ചാൽ ഒരു മലപ്പുറം ജില്ല അല്ലെങ്കിൽ ഒരു പാലക്കാട് ജില്ല, അത് മതമില്ലാത്തൊരു ജില്ലയാക്കിയിട്ട് ഞങ്ങൾക്ക് തരും, അല്ലെങ്കിൽ മതമില്ലാത്തൊരു സ്റ്റേറ്റ് ആക്കിയിട്ട് തരും. ഞങ്ങൾ അവിടെ ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ഒരു മതത്തിൻ്റെ ഇത് വേണ്ട. ഞങ്ങൾ ഹിന്ദുവും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏതൊക്കെ മതങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു തല്ലുമില്ലാതെ ജീവിച്ചുകൊണ്ട് അതിനുള്ള ഒരു സന്ദർഭങ്ങൾ ഉണ്ടാക്കി തരും. അത്രേ പറയുള്ളൂ. അപ്പോൾ CJPക്ക് എല്ലാവിധ പിന്തുണയും. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രിക എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകുകയാണ്.